അടിക്ക് തിരിച്ചടി. ഇതാണ് ഉദ്ധവ് താക്കറെ. അതും അമിത്ഷായ്ക്കെതിരെയാണ് അടി. ഹിന്ദുത്വത്തിന് വേണ്ടി എന്നും നിലകൊള്ളുന്ന ശിവസേന, ആ ശിവസേനയെ മറ്റൊരു പക്ഷത്തേക്ക് ചാരി വെക്കാൻ നോക്കിയതാണ് അമിത്ഷാ. എന്നാൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകുകയാണ് ബാൽ താക്കറെയുടെ മകൻ ഉദ്ധവ് താക്കറെ. ഹിന്ദുത്വ ആശയം BJP-യേക്കാൾ മുറുകെ പിടിച്ചവരാണ് ഉദ്ധവ് താക്കറെയും ശിവസേനയും എന്നുവരെ പറയാം. അതേസമയം ഹിന്ദുക്കൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് കരുതി മറ്റുള്ളവരെ തൂത്തെറിയുക എന്ന ആശയത്തിൽ അല്ല ഉദ്ധവ് താക്കറെയുടെ ശിവസേന. എല്ലാവരും ഒന്നാണെന്ന ആശയത്തിൽ നിലകൊള്ളുന്നവർ കൂടിയാണ് ഈ വിഭാഗം. അതുകൊണ്ടുകൂടിയാണ് വർഗീയ വിഭജനത്തെ എതിർക്കുന്ന ഇന്ത്യ മുന്നണിക്കൊപ്പം ഉദ്ധവ് താക്കറെ നിലകൊണ്ടതും. എന്നാൽ ഉദ്ധവ് താക്കറെ ഔറംഗസേബ് ഫാൻ ക്ലബ് നേതാവാണെന്നാണ് കഴിഞ്ഞ ദിവസം അമിത്ഷാ കടന്നാക്രമിച്ചുകൊണ്ട് പറഞ്ഞത്. മുംബൈ 26/11 ഭീകരാക്രമണ കേസിൽ കുറ്റവാളി അജ്മൽ കസബിന് ബിരിയാണി നൽകിയവരുമായാണ് താക്കറെ സഖ്യമുണ്ടാക്കിയതെന്നും അമിത്ഷാ പറഞ്ഞിരുന്നു. ഈ പറച്ചിലിന് ഒന്നും നോക്കാതെ അതേ നാണയത്തിൽ അതേ നയത്തിൽ മറുപടി കൊടുക്കുകയാണ് ഉദ്ധവ് താക്കറെ. പാനിപ്പത്ത് യുദ്ധത്തിൽ മറാത്ത സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തിയ അഫ്ഗാൻ ഭരണാധികാരി അഹമ്മദ് ഷാ അബ്ദാലിയുടെ രാഷ്ട്രീയ പിൻഗാമിയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സർക്കാരിൽ നിയന്ത്രണം നിലനിർത്താൻ രാഷ്ട്രീയ പാർട്ടികളെ താറുമാറാക്കുന്ന അധികാര ജിഹാദാണ് BJP-ക്കെന്നും ശിവസേന നേതാവ് പറയുന്നുണ്ട്. പൂനെയിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഉദ്ധവ് താക്കറെ. കൂടാതെ നവാസ് ഷെരീഫിന്റെ പിറന്നാൾ കേക്ക് കഴിക്കാൻ പോയവരാണ് ഞങ്ങളെ ഹിന്ദുത്വം പഠിപ്പിക്കുന്നതെന്നും ഉദ്ധവ് താക്കറെ പറയുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ രൂക്ഷമായ ഭാഷയിൽ ഞങ്ങളുടെ ഹിന്ദുത്വം എന്താണ് എന്ന് ബോധ്യപ്പെട്ടതോടെ മുസ്ലിങ്ങൾ ഞങ്ങൾക്കൊപ്പമാണ്. BJP-യെ സംബന്ധിച്ച് ഞങ്ങൾ ഔറംഗസേബ് ഫാൻ ക്ലബ്ബ് എങ്കിൽ നിങ്ങൾ അധികാര ജിഹാദാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് സർക്കാരിനെ നിലനിർത്താൻ രാഷ്ട്രീയ പാർട്ടികളെ പിളർത്തുന്നതാണ് നിങ്ങളുടെ അധികാര ജിഹാദ്. അഹമ്മദ് ഷാ അബ്ദാലിയുടെ ഒരു ഷാ തന്നെയായിരുന്നു. അതുപോലെ അമിത്ഷായും താക്കറെ പറഞ്ഞു. വോട്ടർമാർക്ക് കൈക്കൂലി കൊടുക്കുന്ന പദ്ധതിയാണ് മുഖ്യമന്ത്രി മാജി ലഡ്കി ബഹിൻ പദ്ധതിയെന്നും ഉദ്ധവ് താക്കറെ വ്യക്തമാക്കിക്കൊണ്ടാണ് ഒരേ നാണയത്തിൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുക്കുന്നത്.